തെക്കൻ കേരളത്തിലെ ഏറെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ പൊന്മനയിലെ കാട്ടിൽമേക്കതിൽ ദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ. ദാരിക നിഗ്രഹത്തിന് ശേഷം ഉഗ്രസ്വരൂപിണിയായി ഉഗ്രഭാവത്തിൽ ശ്രീ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിന് മണികെട്ടി അമ്പലം എന്നും മറ്റൊരു പേരുകൂടിയുണ്ട്. അതിന് കാരണം ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു പേരാൽമരമുണ്ട്. നമ്മുടെ ഏത് ആഗ്രഹവും നമ്മൾ ഇവിടെ വന്ന് മനമുരുകി പ്രാർത്ഥിച്ച് ഈ പേരാലിന് 7 പ്രദക്ഷിണം വെച്ചിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് വാങ്ങുന്ന മണി ഈ മരക്കൊമ്പിൽ കെട്ടിയാൽ നമ്മുടെ ആ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥന ഇവിടുത്തെ ദേവി കേൾക്കുകയും നമ്മുടെ ആ ആഗ്രഹം ഈ ദേവി സഫലമാക്കി തരികയും ചെയ്യും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഈ അമ്പലത്തിനെ പറ്റി. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിവസം തോറും ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അതിന് ദൃക്സാക്ഷികളായിട്ട് ഇത് ലക്ഷക്കണക്കിന് മണികളാണ് കേട്ടോ ഈ പേരാലിൻ്റെ കൊമ്പിൽ തൂങ്ങിയാടുന്നത്. ഓരോ ഭക്തൻ്റെയും അവൻ്റെ വിശ്വാസവും പ്രതീക്ഷയും സ്വപ്നവും പ്രാർത്ഥനയും എല്ലാമാണ് ഈ ചുവന്ന ചരലിൽ തൂങ്ങിയാടുന്ന മണികൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പേരാലിൻ്റെ കൊമ്പിൽ നിന്നും ഈ മണികൾ അഴിച്ചു മാറ്റാറില്ല. ഇവിടെ നിന്ന് പൊട്ടി വീഴുന്നതോ അല്ലെങ്കിൽ ചരട് ദ്രവിച്ച് താഴെ വീഴുന്നതോ മാത്രമായ മണികൾ മാത്രമേ ഇവിടുന്ന് മാറ്റുന്നതുള്ളൂ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. പിന്നെ ഈ ക്ഷേത്രത്തിൽ ചുറ്റുമായിട്ടൊരു 5 അത്ഭുത സിദ്ധിയുള്ള കിണർ സ്ഥിതി ചെയ്യുന്നുണ്ട്. കടലിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണിത്. മീറ്ററുകൾ മാത്രമേ ഉള്ളൂ കടലും ക്ഷേത്രവും തമ്മിൽ. എന്നിരുന്നാൽ പോലും ഈ ക്ഷേത്രത്തിലെ 5 കിണറിലും ശുദ്ധമായ ജലം തന്നെയാണ് ലഭിക്കുന്നത്. അതും ഒരു അത്ഭുതമായി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ക്ഷേത്രത്തിലെ പ്രാർത്ഥനയും വഴിപാടും എല്ലാം കഴിഞ്ഞിട്ട് തൊട്ട് സമീപത്തുള്ള ഒരു ബീച്ചിലേക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. വളരെ വൃത്തിയായി പരിപാലിക്കപ്പെടുന്ന ഒരു കുഞ്ഞു ബീച്ച്. എങ്ങും നല്ല വൃത്തിയും വെടിപ്പും, ഒരു മാലിന്യം എവിടെയും കാണാനില്ല. അറബിക്കടലാണ് ഈ കാണുന്നത് കേട്ടോ. അറബിക്കടലും ഒരു സൈഡിൽ കായലും. അങ്ങനെ ഇതിൻ്റെ സമീപത്തായിട്ട് ഒരു കൊച്ചു തുരുത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു ക്ഷേത്രമാണ് കാട്ടിൽമേക്കതിൽ ദേവി ക്ഷേത്രം. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട അത്ര ചൈതന്യമുള്ളൊരു ക്ഷേത്രമാണ്. എൻ്റെ ഗ്രാമമായ മേക്കപ്പാലിൽ നിന്നും എല്ലാ മാസവും ഈ ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടു. ബീച്ചിൽ പോയി കുറച്ച് നേരം കടലിൽ കാറ്റും കൊണ്ട് നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.